മലപ്പുറം ജില്ലയിലെ മലയോര മേഖലയിൽ ഇപ്പോൾ കനത്ത മഴയാണ്. പുന്നപ്പുഴയിൽ ജലനിരപ്പ് ഉയർന്നതോടെ വഴിക്കടവ്, പുഞ്ചക്കൊല്ലി, അളക്കൽ ആദിവാസി നഗറുകൾ ഒറ്റപ്പെട്ടിരിക്കുകയാണ്. നീലഗിരി, വഴിക്കടവ് മേഖലകളിലെ കനത്ത മഴയാണ് പുഴയിൽ ജലനിരപ്പ് ഉയരാൻ കാരണമായിട്ടുള്ളത്. 2018 പ്രളയത്തിൽ ഈ മേഖലയിലെ കോൺക്രീറ്റ് പാലം ഒലിച്ചുപോയിരുന്നു. മുബഷീർ പി അക്ബർ ഉണ്ട്. മുബഷീർ, വടക്കൻ കേരളത്തിലാകെ മഴ കനക്കുകയാണ്. ഇപ്പോൾ മലപ്പുറത്തെ സാഹചര്യം എന്താണ്? വഴിക്കടവ്, ആ മേഖലയിലുള്ള ആദിവാസി നഗറുകളൊക്കെ തന്നെ ഒറ്റപ്പെട്ടു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. നിലവിലെ സാഹചര്യം അത്രയധികം പ്രതിസന്ധി ഉണ്ടാക്കുന്നൊരു സാഹചര്യം തന്നെയാണ് നിലവിൽ മഴയുമായി ബന്ധപ്പെട്ട് മലപ്പുറം ജില്ലയിലുള്ളത്. വിനിത, അതായത് മലപ്പുറം ജില്ലയിൽ തന്നെ ഏറ്റവും അധികം മഴ പെയ്തത് മലയോര മേഖലയിലാണ്. വിശേഷം നിലമ്പൂരിലെ മലപ്പുറം ജില്ലയുടെ തന്നെ അതിർത്തി പ്രദേശമായിട്ടുള്ള വഴിക്കടവ് പഞ്ചായത്തിലാണ് ശക്തമായ മഴ ഇന്നലെ മുതൽ പെയ്യുന്നത്. ശക്തമായ മഴയെ തുടർന്നാണ് ഇപ്പോൾ ആ ഒരു മേഖലയിലെ പുഞ്ചക്കൊല്ലി ഉൾപ്പെടെയുള്ള മേഖലകൾ, ആദിവാസി നഗർ പോലെയുള്ള മേഖലകൾ ഒറ്റപ്പെട്ടിരിക്കുന്നത്. ചാലിയാർ പുഴ മറികടന്ന് വേണം ഈ ആദിവാസി നഗറിലേക്ക് ഒക്കെ തന്നെ എത്തപ്പെടാൻ. ശക്തമായ മഴയെ തുടർന്ന് പുഴയിൽ വലിയ കുത്തൊഴുക്കുണ്ടായൊരു സാഹചര്യം മൂലമാണ് ഇപ്പോൾ ഈ ഒരു മേഖലയൊക്കെ തന്നെ ഒറ്റപ്പെട്ടിരിക്കുന്നത് എന്നുള്ളതാണ് നമുക്ക് പ്രദേശവാസികൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നിരവധി ആളുകൾ താമസിക്കുന്നൊരു മേഖല കൂടിയാണത്. അളക്കൽ, അതുപോലെ തന്നെ പുന്നക്കൽ പോലെയുള്ള മേഖല ഈ ഒരു പുഴ കടന്നു വേണം അപ്പുറത്തേക്ക് എത്താൻ. ശക്തമായ മഴയെ തുടർന്ന് ചാലിയാർ പുഴയിൽ വെള്ളം വർദ്ധിക്കുന്നൊരു സാഹചര്യം ഉണ്ടാകുന്നു. തുടർന്ന് കരയിലുള്ള, അതായത് ആദിവാസി നഗറിലുള്ള ആളുകൾക്കൊന്നും തന്നെ തിരിച്ചിങ്ങോട്ടേക്ക് എത്താൻ പറ്റാത്തൊരു സാഹചര്യം നിലവിലെ അവിടെ ഉണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇപ്പോഴും വഴിക്കടവ് മേഖലയൊക്കെ തന്നെ ശക്തമായ മഴ പെയ്യുന്നുണ്ട്. ഇതിൽ പ്രധാന കാരണമായി അവിടെയുള്ള പ്രദേശവാസികളോട് സംസാരിക്കുമ്പോൾ അവർ പറയുന്നത് നീലഗിരി മേഖലയിലൊക്കെ തന്നെ കഴിഞ്ഞ ദിവസങ്ങളിൽ ശക്തമായ മഴയുണ്ട്. അത് നിലവിലും തുടരുന്നൊരു സാഹചര്യം അവിടെയുണ്ട്. തൊട്ടപ്പുറത്ത് നാടുകാണി ചുരം കഴിഞ്ഞാൽ നീലഗിരി മേഖലയാണ്. ഗൂഡല്ലൂരും പന്തല്ലൂരും ദേവാലയം, ദേവർശോല പോലെയുള്ള മേഖലകളിൽ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ ശക്തമായ മഴയുണ്ടായിരുന്നു. അത് ആ നിലയിൽ തന്നെ, അല്ലെങ്കിൽ അതിനുമപ്പുറം ശക്തി പ്രാപിച്ചുകൊണ്ട് മഴ പെയ്യുന്നൊരു സാഹചര്യം ആ ഒരു മേഖലയിലുണ്ട് എന്നുള്ളത്. അതുകൊണ്ടുകൂടിയാണ് മലപ്പുറം ജില്ലയുടെ സംസ്ഥാനത്തിൻ്റെ അതിർത്തി പ്രദേശമായുള്ള ഒരു വഴിക്കടവ് മേഖലയിൽ ഈ മേഖലകളിലൊക്കെ തന്നെ വെള്ളം കയറിയിട്ട് ഉള്ളത് എന്നുള്ളതാണ് നമുക്ക് നിലവിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. 2018 പ്രളയത്തിൽ ഈ ഒരു ആദിവാസി മേഖലകളിലേക്ക് കടന്നു പോകാനുണ്ടായിരുന്ന പഴയൊരു കോൺക്രീറ്റ് പാലം ഉണ്ടായിരുന്നു. അത് ഒലിച്ചു പോയിരുന്നു. അതിനെ തുടർന്ന് അവിടെ ഒരു ചെങ്ങാടം ഉപയോഗിച്ചുകൊണ്ടായിരുന്നു പ്രദേശവാസികൾ ഇപ്പുറത്തേക്ക് വഴിക്കടവ് അങ്ങാടിയിലേക്കാണെങ്കിലും മറ്റു സ്ഥലങ്ങളിലേക്കൊക്കെ തന്നെ പോയിരുന്നത്. ഈ ഒരു ചെങ്ങാടം ആശ്രയിച്ചുകൊണ്ടായിരുന്നു ആളുകൾ അവിടെ മുന്നോട്ട് പോയിരുന്നത്. ആ ഒരു ചെങ്ങാടത്തിൽ യാത്ര ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യം പുഴയിൽ വെള്ളം വർദ്ധിച്ചതുകൊണ്ട് സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് പ്രദേശവാസികളും ജനപ്രതിനിധികളും ഒരുപോലെ നമ്മളോട് പറയുന്നത്. മറ്റ് ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല. വെള്ളം പുഴയിൽ കുറയുന്ന സാഹചര്യം അനുസരിച്ച് ആ മേഖലയിലൂടെ യാത്ര ചെയ്യാൻ സാധിക്കുമെന്നുള്ളതാണ് നിലവിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. സാധാരണഗതിയിൽ മഴ പെയ്യുമ്പോൾ സമാനമായിട്ടുള്ള സാഹചര്യം അവിടെ ഉണ്ടാകാറുണ്ട്. വെള്ളക്കെട്ട് രൂപപ്പെടാറുണ്ട്, പുഴയിൽ വെള്ളം വർദ്ധിക്കാറുണ്ട്. കുത്തൊഴുക്ക് കൂടിയതിനെ തുടർന്ന് ആദിവാസി മേഖലയിലെ ആളുകൾക്കൊന്നും തന്നെ വഴിക്കടവിലൊക്കെ ഒട്ടും തന്നെ യാത്ര ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യം ഉണ്ടാകാറുണ്ട്. ഇപ്പോൾ അപ്രതീക്ഷിതമായിട്ട് നീലഗിരി മേഖലയിൽ ശക്തമായ മഴ തുടരുന്ന ഒരു സാഹചര്യത്തിൽ കൂടിയാണ് ഇപ്പോൾ ഇത്തരമൊരു സാഹചര്യം സംജാതമായിട്ടുള്ളത്. എന്തായാലും ആളുകൾ അപകടമായ രീതിയിൽ യാത്ര ജീവിതത്തിൽ വലിയ മാറ്റമൊന്നുമില്ല. പുഴയിലൊന്ന് വെള്ളം കയറിയാൽ വീണ്ടും പുറം ലോകവുമായി ബന്ധമില്ലാത്ത സാഹചര്യം അല്ലേ? മറ്റ് അനിഷ്ട സംഭവങ്ങളൊന്നും തന്നെ ഉണ്ടായിട്ടില്ല. അനാവശ്യ സാഹചര്യങ്ങൾ ഉള്ള യാത്രകൾ നാടുകാണി ചുരത്തിലൂടെയൊക്കെ ഏതായാലും മലപ്പുറത്തെ മലയോര മേഖലയിൽ കനത്ത മഴ തന്നെയാണ്. വഴിക്കടവ്, പുഞ്ചക്കൊല്ലി, അളക്കൽ ആദിവാസി നഗറിലെ അവസ്ഥയാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. നീലഗിരി, വഴിക്കടവ് മേഖലകളിലെ കനത്ത മഴ മൂലം പുഴയിൽ ജലനിരപ്പ് ഉയർന്നിരിക്കുകയാണ്. നമുക്കറിയാം, കഴിഞ്ഞ പ്രളയത്തിലും ഈ മേഖലയിലെ കോൺക്രീറ്റ് പാലം ഒലിച്ചു പോയിരുന്നു. അവിടെ പുതിയ പാലം പണിതിട്ടില്ല. അതോടുകൂടി പുന്നപ്പുഴയിൽ വെള്ളം ഉയർന്നതോടെ ആദിവാസി നഗറുകളൊക്കെ ഒറ്റപ്പെട്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ്. അവർക്ക് സഹായങ്ങൾ ഉൾപ്പെടെ എത്തിക്കേണ്ടതുണ്ട്. മുബഷീർ തുടരുന്നുണ്ട്. മുബഷീർ, ഞാൻ ചോദിച്ചത്, പ്രളയത്തിന് ശേഷം അവിടെ പാലം തകർന്നതിന് ശേഷം സാഹചര്യങ്ങൾക്ക് മാറ്റമൊന്നുമില്ല. ഇപ്പോഴും പുഴയിൽ വെള്ളം കയറിയാൽ അവർക്ക് ഒറ്റപ്പെട്ട് കിടക്കേണ്ടുന്നൊരവസ്ഥയാണല്ലേ? അധികാരികൾ എന്താണ് തുടർ നടപടികൾ സ്വീകരിക്കാൻ പോകുന്നത്? അവർക്ക് സഹായം ഉൾപ്പെടെ എത്തിക്കേണ്ടതുണ്ടല്ലോ. ശരി, മുബഷീർ പി അക്ബറാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. ഏതായാലും മലപ്പുറത്തെ മലയോര മേഖലയിൽ കനത്ത മഴ തന്നെയാണ് അനുഭവപ്പെടുന്നത്. ആദിവാസി നഗറുകൾ ഒറ്റപ്പെട്ട് കിടക്കുന്ന ഒരു സാഹചര്യമാണ്. പുന്നപ്പുഴയിൽ ജലനിരപ്പ് ഉയർന്നിരിക്കുന്നത് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. ഇവിടുത്തെ കോൺക്രീറ്റ് പാലം തകർന്നതോടുകൂടി ആദിവാസി നഗറുകൾ ഒറ്റപ്പെട്ട് കിടക്കുന്ന അവസ്ഥയാണ് മഴ പെയ്താൽ, വെള്ളം ഉയർന്നാൽ സംഭവിക്കുന്നത്.